അമ്മ ഉറങ്ങി. നന്നായി. അമ്മ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി. എന്താ? അവളുടെ കാര്യത്തിൽ അച്ഛൻ്റെ തീരുമാനം എന്താണ് എന്ന് എനിക്കറിയണം. ഏതവൾ? എന്ത് തീരുമാനം? അച്ഛാ, സത്യം എന്താണെന്ന് എനിക്കറിയാം, അച്ഛനും അറിയാം. പക്ഷെ അച്ഛൻ്റെ ഈഗോ അനുവദിക്കുന്നില്ല അത് തുറന്ന് സമ്മതിക്കാൻ. അവളുടെ അവസ്ഥ സങ്കടമാണ്. ഇനിയുള്ള കാലമെങ്കിലും അവൾക്കൊരു ജീവിതം ഉണ്ടാവണം. ഇന്ദുചൂടൻ, സ്റ്റോപ്പ് ഇറ്റ്. എന്റെ ഈഗോ, യെസ്, എന്റെ ഈഗോ അതെന്റെ ക്യാരക്ടറിന്റെ ഭാഗമാണ്. ആരുടെ മുമ്പിൽ അടിയറ വെക്കില്ല. എവിടുന്നോ കയറി വന്നൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ മകള്. അച്ഛാ പ്ലീസ്, അവളെ അംഗീകരിക്കാൻ വയ്യെങ്കിൽ വേണ്ട. ആത്മനിന്ന് തോന്നും ഒരു നാളിൽ ഈ നുണ പറച്ചിൽ കാരണം. അതുണ്ടാവണ്ട. അവൾക്ക് വേണ്ട സംരക്ഷണമാണ്, ഒരു ജീവിതമാണ്. എനിക്കറിയാം അത് കൊടുക്കാൻ. ശാരദാമ്മ കുത്തി കുത്തി ചോദിച്ചു പാർവതി ശാസ്ത്രിയുടെ കാര്യം. അങ്ങനൊന്നും നടന്നിട്ടുണ്ടാവില്ല എന്ന് മാത്രമല്ല, മേനോൻ സാർ ആ സ്ത്രീയെ കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇന്ദുചൂടനോട് സത്യം അതല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരിക്കും നല്ലത്. ഞാനായിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞൊന്നും കേൾക്കൂല. തനിക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ? ഉവ്വ്, എൻ്റെ ഇളയ മകളുടെ കല്യാണം അത് ഉറപ്പിച്ചു. നന്ദിനി സാറാ അവൾക്ക് പേരിട്ടത് ഓർമ്മയുണ്ടാവുമോ? ഇന്ത്യയിലൊരു ദമ്പടിയില്ല. സാറ് മനസ്സറിഞ്ഞ് രാമനാരെ സഹായിക്കണം. ഇല്ലാച്ചാ അവൾ പടിയിറങ്ങി പോവില്ല. ഞാൻ ശാരദയോട് പറയാം. 10,000 വാങ്ങിച്ചോളൂ. അതിന് മേലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം എന്ന് വിചാരിച്ച് അതും പ്രതീക്ഷിച്ചിരിക്കരുത്. വേറെ വഴിക്ക് നോക്കണം. വേറെ വഴിയൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് ചില പരിമിതികളൊക്കെ ഇല്ലേ? അദ്ദേഹം ഇല്ലേ ഓപ്പോളെ? ഉണ്ട്, വാ. അച്ചു അത് തീരുമാനിച്ചു എന്നാ പറയണേ. അയാളെ തടയാൻ ഒരാൾക്കേ കഴിയുള്ളൂ. സ്വന്തം ചോരയിൽ പിറന്ന കുട്ടികളാ. മകൻ മകൾക്ക് പുടവ് കൊടുക്കാന്ന് വെച്ചാ അരുതാത്ത ഒന്നും നടക്കാതിരിക്കാൻ അവനെ ഒന്ന് കാണണം. അച്ഛൻ്റെ മുഖത്ത് നിന്നും സത്യം അറിഞ്ഞാൽ മാത്രമേ അവൻ വിശ്വസിക്കൂ. ഇവിടെ വന്ന് ഉപദേശിക്കാൻ മാത്രമുള്ള യോഗ്യത ചന്ദ്രഭാനുവിനില്ല. എന്നാലും പറയാ, ആ സത്യം അതങ്ങോട്ട് അംഗീകരിച്ചേക്കും. ഓപ്പോളിനെ ഓർത്തിട്ടാണേ മടിക്കണ്ട. 2 കൈ നീട്ടി ഓപ്പോള് സ്വീകരിക്കും ആ കുട്ടി. ഞാനൊരു നാട്ടും പുറത്തുകാരൻ, ശുദ്ധന. പഠിപ്പും ബുദ്ധിയും കുറയും. എന്നാലും പറയാ, മുഖം രക്ഷിക്കാൻ ഒരു വലിയ സത്യം മറച്ചു വെക്കുക, അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹരിശ്രീ ഗണപതായ നമഃ. അവിഘ്നമസ്തു. മൂർത്തിത്തെ പരികൽപ്പിത ശശകൃതോത്മാ പുനജന്മന ആത്മേത്യാത്മഹൃതം കൃതഞ്ച യതഥം ഭർത്താവരാജ്യോതിഷം. ജന്മരാശിയിൽ വ്യാഴനും ബുധനും, 8ാം ഇടത്തിൽ ശുക്രൻ, 7ൽ ചൊവ്വ. എന്താ ഇന്ദുചൂടന്റെ ഭാവം? അച്ഛന് അറിയോ ആവോ? തിരുവേഗപ്പുറ അപ്പൂട്ടൻ പണിക്കർ. നമസ്കാരം. എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ഞാൻ പണിക്കരെ വിളിച്ചു വരുത്തി വിവാഹത്തിന് പറ്റിയൊരു മുഹൂർത്തം നോക്കുകയായിരുന്നു.
വെച്ച് താമസിപ്പിക്കണ്ടെന്നാ എന്റെ തീരുമാനം. അവൾക്കും അതാ അഭിപ്രായം. അതൊന്നും നടക്കില്ല, നടക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അച്ഛൻ പറയൂ, എന്തുകൊണ്ട് പാടില്ല? എനിക്ക് കൺവിൻസിങ് ആവണ ഒരു റീസൺ പറഞ്ഞുതരൂ. എന്നെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യണ്ട. എന്ത് ധിക്കാരോ ആവാന്നായോ? ചങ്കുറപ്പും ധൈര്യവും നിനക്ക് കൂടുതലാണെന്ന് എനിക്കറിയാം. പക്ഷെ നിന്റെ അച്ഛൻ്റെ അടുത്തല്ലത് കാണിക്കേണ്ടത്. ഞാൻ അച്ഛനെ ധിക്കരിക്കുകയല്ല. അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം എനിക്ക്. പക്ഷെ മനസ്സിലെന്നും ദൈവങ്ങൾക്കൊപ്പമാണ് ഞാൻ അച്ഛനെ കാണുന്നത്. സത്യം തുറന്നു പറയാൻ, ഒരിക്കൽ പറഞ്ഞു പോയ നുണ തിരുത്തി പറയാൻ അച്ഛൻ തയ്യാറായാൽ എനിക്ക് സ്നേഹവും ആദരവും കൂടുകയുള്ളൂ. It's too much. You are insulting me. അച്ഛനെ അവമാനിച്ച് തൃപ്തിയായെങ്കിൽ നിർത്തിക്കൂടെ നിനക്ക്? പണിക്കരെ മൂപ്പര് ടൈപ്പാ. അതൊന്നും കാര്യാക്കണ്ട. തന തീയതി മുഹൂർത്തം നോക്കാം. ഒന്നങ്ങ് കാരണത്ത് പൊട്ടിക്കും ഞാൻ. നിനക്ക് കുട്ടിക്കളി കളിക്കാനുള്ള ആളാ മാറഞ്ചേരി കരുണാകരൻ. എടാ, അദ്ദേഹത്തെ വിസ്തരിക്കാൻ മാത്രം നീ ആളായിട്ടില്ല. എടോ പണിക്കരെ, കവടിയും പലകെടുത്ത് സ്ഥലം വിട്ടോളൂ. പണിക്കരെ പോയ കാലം മുടക്കി ഞാൻ നോക്കടോ. എന്തിന്റെ മുഹൂർത്താ നിനക്ക് പറയണ്ടേ? നിന്റെ ചെറിയ മാമയുടെ 16 അടി എതിർത്തിന്റെയോ? എന്റെ അനിയത്തിയുടെ കല്യാണത്തിന്റെ ഞാൻ നടത്താൻ പോവാ. ഇവൻ ജയകൃഷ്ണൻ, ഇവനാ ചെക്കൻ. എന്താ നിനക്ക് വല്ല വിരോധമുണ്ടോ? അച്ചോട്ടാ, അവളുടെ സമ്മതമൊക്കെ ചോദിച്ചു. അവൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. എന്നാ പിന്നെ ഇവന്റെ സമ്മതം ഇവിടെ ആർക്കും അറിയണ്ട. പണിക്കരെ, നിങ്ങൾ മുഹൂർത്തം നോക്ക്. പണിക്കരെ എന്താടോ മിഴിച്ചു നോക്കണേ? അങ്ങോട്ട് നോക്കേ. ഒന്ന് എളുപ്പം നോക്കി പറയടോ മോനെ ദിനേശ പണിക്കരെ. പ്ലിങ്.